ഓക്കെ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളുടെ ഒരു ഫുഡ് ചാനലാണ്, ഞങ്ങൾ റിവ്യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കിങ്ങും KFCയും തമ്മിലുള്ള ഒരു റിവ്യൂ ആണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഞങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാവുമെന്ന്, ഒരു വെജ് ബർഗർ, ഒരു നോൺ വെജ് ബർഗർ, ഒരു ചിക്കൻ ലെഗ് പീസ്, പിന്നെ ചിക്കൻ സ്ട്രിപ്സ്, ഇവരെയൊക്കെയാണ് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. ഓരോ കമ്പാരിസണും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനായ മാർക്ക് ഇടും. എന്നിട്ട് ഫൈനൽ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ടോട്ടൽ മാർക്സും ഓരോന്ന് തമ്മിലുള്ള മാർക്സും വെച്ചിട്ടാണ് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് തുടങ്ങാം. ചിക്കൻ വെച്ച് തുടങ്ങിയാൽ പോയി. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടേ. ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് തുടങ്ങാം. ഇതല്ലേ ഫ്രൈസ്? ആദ്യം നമ്മൾ ഫ്രൈസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളെ ഏറ്റവും പുതിയ ടാസ്ക്. ഇതിൽ ഫ്രൈസ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം. സത്യം പറയുകയാണെങ്കിൽ പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ KFCന്റെ പാക്കേജിംഗ് ആണ് ബെറ്റർ. പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല തൽക്കാലത്തേക്ക്. ചിലപ്പോ ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ വന്നേക്കാം. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ പാക്കേജിംഗ് ഞാൻ തിന്നാൻ പോവാന്ന്. ഓക്കെ, നമ്മൾ ട്രൈ നോക്കുന്നു. ഇതിപ്പോ ചിക്കിങ് ആണ് നോക്കുന്നത്. കുഴപ്പമില്ല, ഒരു ബേസ് ആണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമുളകൊന്നും ഇല്ല. ഒരു അല്ല KFC അല്ല, ഞാൻ ചിക്കിങ് ഇവന്റെ കൂടെ ചിക്കിങ് ആണ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബേസ് ഫ്രൈസ്, കാര്യമായിട്ട് ഒന്നും പ്രത്യേകത ഒന്നുമില്ല. ഒരു സാധാ ഒരു സാധനം. ഇതിന്റെ അപ്പുറം എന്താ, ഒരു 6 out of 10. 6ഉം എനിക്കൊരു 5. ഓക്കെ, നമുക്ക് KFC നോക്കാം. KFC ഓക്കെ. നീ എന്താ കഴിക്കുന്നില്ല? എടുത്തു. സോൾട്ട് ആക്ച്വലി വെരി മച്ച് ബെറ്റർ. ഇത് ബെറ്റർ കമ്പാരിസൺ അല്ല. എനിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര പ്ലെയിൻ ആണ്. ലൈക്ക് നമുക്ക് ഉപ്പ് ഒന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഒരു പ്ലെയിൻ ഫ്രൈസ് അത്രേ ഉള്ളൂ. അതേ സമയത്ത് KFC എന്താ പറയാ, നന്നായി സോൾട്ട് ചെയ്തിട്ടുണ്ട്. അതെ, കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആണ് കമ്പാരിറ്റീവ്. പ്രത്യേക ക്രഞ്ച് നോക്കണം, ട്രൈ നോക്ക്. അതെ, ലൈക്ക് രണ്ടും ഇതല്ല, കുറച്ച് ഓർഡർ ചെയ്താണ്ട് കുറച്ച് ഇതാണ് ലൂസാണ്. പക്ഷെ കുറച്ചും കൂടെ ക്രഞ്ചർ ഇതാണെന്ന് തോന്നുന്നു, KFC ആണെന്ന് തോന്നിയ. സോറി ഫോർ ദ പോസ്റ്റ് ഗൈസ്. ഞങ്ങൾ KFCൻ്റെ സ്കോർ ഇടാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. KFCൻ്റെ ടേസ്റ്റ് കാരണം ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എഫക്റ്റിൽ ഞങ്ങളത് മറന്നുപോയി. സോറി. ഞങ്ങൾ രണ്ടാളും ഞാനും അലണും കൂടെ തീരുമാനിച്ചൊരു 8 ഇടാനാണ് ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും സ്കോർ ബോർഡിൽ അപ്ഡേറ്റ് ആവും, പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് മാറ്റി വെച്ചേക്ക്. അടുത്ത നമുക്ക് ഏതെടുക്കാം? പോപ്കോൺ എടുക്കാം. ഇതെന്തത് ഓർക്കുന്ന ഒരു പണിയാണോ? പറഞ്ഞല്ലോ ഗൈസ്, ചിക്കിങ്ങിന്റെ പാക്കിങ് കൊള്ളൂല. ഇത് കണ്ടോ, സിമ്പിൾ എഫക്റ്റീവ്, അത്രേ ഉള്ളൂ. ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ. അവരുടെ പാക്കിങ് ലൈക്ക് കുറച്ചും കൂടെ സീൽഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന്റെയും ഇത്രയും രണ്ടും ഒരേ പാക്കേജിലാണ് വന്നത്. ഇതിന്റെ സീൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ചിക്കിങ്ങിലത്തെ പൊക്കോണിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, എന്താ നോക്കിക്കോ, ഇത്രയും കളറില്ല. കളർ ഭയങ്കര അല്ലേ? എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ഇത് പ്ലെയിൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ പെരിപെരിക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ കളർ ഉണ്ടാവും തോന്നുന്നു. നമ്മളെ പെരിപെരി കുഴപ്പമില്ലാത്ത എരിവുണ്ട്. എനിക്ക് എരിവ് സഹിക്കാൻ പറ്റാത്ത, അവന് എരിവ് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ക്രഞ്ചും ഉണ്ട്. പ്രത്യേക എന്തൊരു പ്രത്യേക ഫ്ലേവർ, എന്താ അറിയില്ല. ഇഷ്ടപ്പെട്ടുണ്ട്, അതാണ് കഴിക്കുന്നത്. മറ്റേത് കഴിച്ചത് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇത് എനിക്ക് വലിയ കുഴപ്പമില്ല. നമുക്കൊരു 7 കൊടുക്കാം. ഞാൻ 7 കൊടുക്കുന്നു. നീ എന്താ? 7
7 എന്തായാലും ഫ്രൈസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യെസ് 7 ഇതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. കാരണം ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് പറയുന്നില്ല. അവൻ 7 പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൽക്കാലത്തേക്ക് പറയുന്നില്ല. നോക്കട്ടെ. ഇനി KFCക്ക് ഇത്തിരി കൂടി സൈസ് ഉണ്ട് കേട്ടോ, ചെറുതായി സൈസ് കമ്പാരിസൺ. KFC കുറച്ചും കൂടെ ഐ മീൻ വേറെ പീസ് ആവറേജ് സൈസ്. യെസ്, ഇത് കുറച്ചും കൂടെ തിക്കറാണ്. KFC ശരിക്കും മുളകും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ലൈക്ക് മറ്റൊരു കുറച്ച് ന്യൂട്രൽ ഫ്ലേവർ ആണ്. നമുക്ക് ക്ലാസിക് പറഞ്ഞോളൂ ന്യൂട്രൽ ഫ്ലേവറാണ്. ഇത് ഡെഫിനറ്റ്ലി ഒരു ഫ്ലേവർഫുൾ ആണ്. നയം കൊടുക്കണം. ഇതിന് 7 ആണെങ്കിൽ ഇതിന് നയം കൊടുക്കണം. ഓഫ് കോഴ്സ് അത് നമുക്ക് കമ്പയർ ചെയ്തിട്ടേ പറയാൻ പറ്റൂ. കാരണം നമ്മളിപ്പോൾ വേൾഡ് ക്ലാസ് ഫ്രൈസ് ഒന്നുമല്ല, നമ്മൾ ഈ KFCന്റെയും ചിക്കിങ്ങിനും ആയതുകൊണ്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്തിട്ടേ പറയാൻ പറ്റും. ഇതൊരു 7 ആണെങ്കിൽ ഇത് നമുക്കൊരു 9 റേഞ്ച് കൊടുക്കാം. കറക്റ്റാണ്. എനിക്ക് സെയിം അഭിപ്രായം. ഇതൊന്നും പറയാം, വ്യത്യാസമൊന്നുമില്ല. അടിപൊളി സാധനം. പക്ഷേ അടുത്തത് നമുക്ക് ബർഗറിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ബേസിക് ചിക്കൻ ബർഗറാണ്. അത് അവര് തന്നിരിക്കുന്നത് ഇത് ചിക്കിങ്, ഇത് KFC. അപ്പോൾ ചിക്കിങ്ങിന്റെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താ പാറ്റി, ലെറ്റ്യൂസ്, ഒരു സോസ്, പിന്നെ ഒണിയൻ, ടൊമാറ്റോ, അത്രേ ഉള്ളൂ. ഒണിയൻ ടൊമാറ്റോ ഒക്കെ ഉണ്ടോ? വെരി ഗുഡ്. അപ്പൊ എൻ്റെ ഭാഗത്ത് നമുക്ക് ലെറ്റ്യൂസ് ഉണ്ട്, ചിക്കണും മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടെന്ന് തോന്നുന്നു. റാഞ്ച് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് അധികമായിട്ടൊന്നുമില്ല. പിന്നെ ഓഫ് കോഴ്സ് ഉള്ളി ഉണ്ട്, പക്ഷെ അതും അധികമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബേസ് ഡ്രസ്സിങ്. അവരെ മറ്റേ വൈറ്റ് സോസ് ഉണ്ട്, ഗാർലിക് സോസ് റാഞ്ച് അല്ലെങ്കിൽ ഗാർലിക് ആയിരിക്കും. അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. ആദ്യം ചിക്കിങ് നോക്കാം. കണ്ടന്റ് ചിക്കിങ്ങിനാണ് കൂടുതൽ, കുറച്ചും കൂടി വലിയ ബണ്ണും ചിക്കിങ്ങിന്റെ. പറയണ്ടടാ. പാറ്റി പോരാ, എനിക്ക് കൂടുതലും ലെറ്റ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളാണ് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊരു ഇത് കുത്തുന്നു, എന്തോ ഒരു ഫ്ലേവർ കുത്തുന്നു, എന്താ പറയാ, അതൊക്കെ സോസ് ആണല്ലോ അല്ലേ? ബർഗർ എന്ന് പറഞ്ഞാൽ പാറ്റി അല്ല അതിന്റെ ഹൈലൈറ്റ് വേണ്ടത്, സോസ് ആണ് വലുത്. കറക്റ്റാ, സോസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. പക്ഷെ അത് ഹൈലൈറ്റ് ആയ സോസ് കൊള്ളും. എനിക്ക് ഇവര് സാധാരണ നമ്മൾ ബർഗർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോഴ്സ്, ഫോർ എക്സാമ്പിൾ KFC അല്ലെങ്കിൽ ചിക്കൻ, ഇവരുടെ ഈ ചിക്കൻ ആണ് അവരുടെ മെയിൻ സാധനം, അല്ല ബർഗർ സ്റ്റോഴ്സ് അല്ല. മെക്ഡോണൾഡ്സ് ആണെങ്കിൽ ബർഗർ അല്ല അവരുടെ മെയിൻ. അപ്പൊ ഇവര് ചിക്കൻ ആണ് ഇവര് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഇവരുടെ ഇതിൽ സോസ് ആണ് ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്ക് വലുതായിട്ട് ബർഗർ കുഴപ്പമില്ല, പക്ഷെ സോസിന് എന്തോ ഒരു കുത്തലുണ്ട്. ഞാനൊരു 5 കൊടുക്കും. എനിക്ക് ആ റേഞ്ചിൽ തന്നെ, എനിക്കൊരു 4 മതി. എനിക്ക് ലൈക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് 5, നിനക്ക് 4. ആ ഉള്ളിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്, ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് അടിച്ചു. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഫ്ലേവർ തന്നെ ചിക്കനെക്കാണ് കൂടുതൽ കാണിക്കുന്നത്. നന്നായിട്ട് ചിക്കൻ ഓവർഷാഡോഡായി, ഭയങ്കരമായിട്ട് ഓവർഷാഡോഡായി പോകും. അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല. KFC കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ അപ്റ്റൈസിംഗ് ആയിട്ട് KFC തോന്നുന്നു. ശരിയാ, കുറച്ചും കൂടി സൈസ് കുറവാണെങ്കിലും വിഡ്ത്ത് കൂടുതലാണ്. ഇത്ര തന്നെ ഇത് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഗൈസ്. KFCന്റെ ബർഗർ ആക്ച്വലി കുറച്ച് പ്രോപ്പർ ആയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് അമർത്തിന്ന് ശരിയാക്കിയത്. പാറ്റിയാണ് ഫസ്റ്റ് തിങ് ടേസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി മാത്രല്ല ഇത് സത്യം. ഇവര് KFCക്ക് ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ പുറത്തുനിന്ന് കഴിച്ച KFC വീട്ടിൽ കഴിച്ച KFC ഇവിടുത്തെ ആക്ച്വലി ടേക്സ് ഇറ്റ്. ചിക്കൻ നോ കമ്പാരിസൺ പറ്റുള്ളൂ, KFC ആണ് ബെറ്റർ. എന്നുവെച്ചാൽ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തതിലൊക്കെ ചിക്കനായിട്ട് നമ്മൾ നോക്കുന്നില്ല, പക്ഷെ ഇവരുണ്ടല്ലോ ആക്ച്വലി ചിക്കനിന്റെ പാറ്റി മാത്രമേ ട്രൈ ചെയ്തോളൂ. മാത്രമായിട്ടോ? കാരണം അതിന്റെ ടേസ്റ്റ് അറിയാം, ഇതിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഇതിന്റെ ഞാൻ പറയല്ലോ കംപ്ലീറ്റ് ബർഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് ബെറ്റർ. അതിന്റെ
ഇത് തന്നെ ഇത് മിനിമം ഒരു 7 7. ഞാനൊരു 7 മതി. 7 മതിയോ? 7 മതിയോ? ഞാൻ എന്നുവെച്ചാൽ ഞാനൊരു ഓവറോൾ ബർഗേഴ്സിലാണ്. പക്ഷെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇത് മൈൽസ് ബെറ്റർ ആണ്, ഒന്നും പറയാനില്ല. മറ്റേത് 4ഉം ഇത് 7 അത്ര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ അത് കടിക്കുമ്പോ പാറ്റിയാണ് കിട്ടും. ഇതിൽ ഫസ്റ്റ് തന്നെ കടിക്കുമ്പോ സോസാ കിട്ടുന്നത്. ഞാൻ ലൈക്ക് എൻ്റെ അല്ലേ മറ്റേ ചിക്കൻ മാത്രമേ ടെസ്റ്റ് ചെയ്യാവൂ. കാരണം മറ്റേ സോസിന്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പാറ്റിന് എന്താ പകുതിയേ ഉള്ളൂ. പാറ്റി മാത്രം ടേസ്റ്റ് ചെയ്താലും ഇതിലത്തെ പാറ്റി ഇതിന്റെ ബെറ്റർ. അത് ദിവസം കൂടെ കണ്ടിക്കണം. അപ്പോ 8ഉം 7ഉം 8ഉം അല്ലേ? 7 ഞാൻ 7 വില കിട്ടും. എക്സിക്യൂട്ട് അതാ നല്ലത്. ഞാൻ 8 ആക്കി, അതാ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഈ റൗണ്ടിൽ വിങ്സും പിന്നെ ലെഗ് പീസ് ആണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ സാധാ ചിക്കൻ പീസാണ് പറഞ്ഞത്. കുഴപ്പമില്ല, അത് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ ഇത് ചിക്കിങ്, ഇതാണ് KFC. ഓക്കെ, KFC ബ്രാൻഡിങ് ശരി, ബ്രാൻഡിങ്ങിന്റെ നമുക്ക് മുകളിൽ വേണമെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടുമ്പോ KFC സ്പോൺസർ. ചിക്കൻ സ്പോൺസർ ചെയ്ത കുഴപ്പമൊന്നുമില്ല. ചിക്കനെ കുറ്റം പറഞ്ഞു ചിക്കനെ സ്പോൺസർ ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കൂട്ടി പറയാം. ഞാൻ പറഞ്ഞതാണ്, ഞാൻ മോറൽസ് എത്തിക്സ് ഭയങ്കര കൂടുതലാണ്. അതെ എന്നൊക്കെ അവൻ പറയും. അപ്പൊ നമുക്ക് വിങ്സ് വെച്ച് തുടങ്ങാം. ആദ്യം നമ്മള് ചിക്കൻ വെച്ച് തുടങ്ങാം. ചിക്കൻ തന്നെ സ്റ്റാൻഡേർഡ്. ചെറിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഒരു ബേസ്ഡായി ചിക്കൻ എങ്ങനെയായിരിക്കും, ചിക്കൻ വിങ് എങ്ങനെയായിരിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്കും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു ബേസ് ലൈൻ ചിക്കൻ ഒരു 5 അല്ലേ, 5 എന്ന് പറയാം. അത്ര തന്നെ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ശരി, അല്ല കുഴപ്പമില്ല, മനസ്സിലായല്ലോ. ഇനി നമുക്ക് KFC ട്രൈ നോക്കാം. പക്ഷെ എനിക്ക് കഴിക്കുന്ന എനിക്കൊരു കാര്യം നോക്കാറുണ്ട്. ഇതിന്റെ കളറ് ലൈക്ക് രണ്ടും അറൌണ്ട് ദ സെയിം. എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നുന്നു. അല്ലേ, KFC കുറച്ചും കൂടെ മസാല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ അതൊക്കെ ടേസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ കടിയിലുണ്ട്. ബേസ് ചിക്കൻ വിങ്സ് ആണ് വാങ്ങിച്ചിരുന്നെങ്കിലും ആ മസാല ഉണ്ട്. ചിക്കൻ വിങ്സ് കഴിക്കുന്ന രീതി നോക്കണ്ട. ഫസ്റ്റ് എപ്പിസോഡാണ്, ഇതൊക്കെ കിട്ടുള്ളൂ. അതെ, കറക്റ്റാണ്. KFC മോർ ഫ്ലേവർഫുൾ. KFCന്റെ ഇതൊരു ഇതാണെന്ന് തോന്നുന്നു, ഒരു കണ്ടിന്യൂ ട്രെൻഡാണ്. KFCന്റെ കുറച്ചും കൂടെ അടിപൊളി ഫ്ലേവേഴ്സ് ആണ്. സത്യം പറയാം, ഫ്ലേവേഴ്സ് നമ്മൾ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ അവരിൽ തന്നെ ചിക്കൻ ആണ് കൂടുതൽ നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ ചിക്കൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതർ പ്രൊഡക്ട്സ് അവർ കുറച്ച് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാം. ഇത് ബേസ് സാധനമാണ് ഞങ്ങൾ വാങ്ങിയത്, പക്ഷെ ഇതിലാണ് കൂടുതൽ സോൾട്ട് മസാല ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. ശരി, യെസ്. ഇനി നമുക്ക് ലെഗ് പീസ് നോക്കാം. ലെഗ് പീസ് അല്ല, സാധനം മാറി വന്നതാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധാരണ ഇതിൽ വിങ്സും ലൈക്ക് വിങ്സിന് വേണം നമ്മൾ സോസുകളൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ചിക്കൻ ആയിട്ട് തന്നെ കിട്ടുക. അതുകൊണ്ട് വലിയ വ്യത്യാസം ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എനിക്കൊരു കഷ്ണം മതി. ടെസ്റ്റ് ഇത് കുറച്ചും കൂടെ മസാല ഉണ്ട്. ഇതിന് ഇതിന്റെ ഇത് എന്താ വിങ്സിന് ഇപ്പൊ 5 ആണെങ്കിൽ ഇതിന് 6 അല്ലെങ്കിൽ 6.5. കുറച്ചും കൂടി ഇത് നന്നായി തോന്നുന്നതുകൊണ്ട് ഞാൻ പ്രിലിമിനറി സ്കോർ ഒരു 7 കൊടുക്കും. 7. ഓക്കെ, എനിക്ക് 6.5 ആ റേഞ്ചിൽ ഞാൻ വലിയ കുഴപ്പമില്ല. എനിക്ക് KFC എങ്ങനെ ഉണ്ട് അനുസരിച്ചിരിക്കും. അതാണ് അങ്ങനെ എടുത്ത് കഴിച്ചാൽ
ഇത് കുറവാണല്ലോ. ഇത് കുറവല്ലേ? എനിക്ക് കുറവാ. കുറവാ. ഇത് ബേസ് ആയിട്ടാ തോന്നുന്നു. അതിലിപ്പോ നമ്മൾ ചിക്കൻ എടുത്തോണ്ടാണോ? കാരണം KFC നമ്മളൊരു ആക്ച്വൽ ചിക്കൻ പീസ് ട്രൈ ചെയ്തിട്ടില്ല. അതെ അങ്ങനെ തന്നെയാവുമല്ലോ. ഇത് തന്നെ ആയിരിക്കണം എന്ന് എനിക്കും തോന്നാം. ഇങ്ങനെയാണെങ്കിൽ ഇതവരുടെ ബേസ് പീസ് ആണ് KFCന്റെ ആക്ച്വലി കുറവാണ്, ഫ്ലേവർ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അവർ ബാക്കി എല്ലാത്തിനും മസാലയും ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ ടേക്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ സ്കോർ കൂട്ടാം. 7 മാച്ച് ചെയ്യാം 6.5. ഇതിനൊരുമാതിരി ചിക്കൻ 8 ആക്കാം. എനിക്കിത് ഒരു 5. എനിക്കും 5 തോന്നുന്നു. ആ റേഞ്ചേ ഉള്ളൂ. ബേസ് ആണ്. ഇതിന് അപ്പം KFC തോറ്റു. മെയിൻ പീസിന് KFC തോറ്റു. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ ഒരു മസാല ഇടാൻ മറന്നു പോയതായിരിക്കാം. കാരണം ഞങ്ങൾ ഈ ഒരൊറ്റ ഇതിന് അവരാണ് ചിക്കൻ എടുത്തത്. സോ ഹലോ ഗൈസ്, നിങ്ങളിപ്പം നോൺ വെജ് സെക്ഷൻ കണ്ടു. ഞാൻ വെജ് മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ വെജ് ഇടുന്നു. അപ്പം KFCന്നും ചിക്കിങ്ങെന്നും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിക്കിങ്ങിലും KFCയും പോയിട്ട് ആകെ പ്രാന്തന്മാര് മാത്രമേ വെജ് ഓർഡർ ചെയ്യാറുള്ളൂ. അതൊരു പ്രാന്തനാണ് ഞാൻ. സോ അവിടെ കിട്ടുന്ന വെജ് ബർഗേഴ്സ് 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പാക്കിംഗ് നോക്കാം. KFC സുപ്പീരിയർ പാക്കിംഗ്, നല്ല ബോക്സിലൊക്കെ തന്നിട്ടുണ്ട്. ചിക്കൻ ഒരുമാതിരി നമ്മുടെ അരിയൊക്കെ പൊതിഞ്ഞ് തരുന്ന പോലെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട് ബർഗർ. പിന്നെ നമ്മുടെ ബർഗർ കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് KFC കാണിക്കാം. സോ റാപ്പർന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടി പിടിച്ചോണ്ടാണ് കോണ്ടിനെന്റ്സ് ഒക്കെ പുറത്തു പോയിട്ടുണ്ട്. അത് ഫൈൻ, ഓക്കെ. ഞങ്ങൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് KFCന്റെ ബർഗർ. ബോക്സ് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ബർഗർ. ഇത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെജ് ആയതുകൊണ്ട് വലിയ പാറ്റി ഉണ്ട്. ഇതിന്റെ കുക്കുംബർ ആണെന്ന് തോന്നുന്നു, ഒരു ക്യാബേജും ഉണ്ട്. അതാണ് ഇതിപ്പോ പാറ്റിന്റെ ഉള്ളിൽ എന്താണ് കോണ്ടിനെന്റ് ഓർമ്മയില്ല. പക്ഷെ ഇവരുടെ സോസ് ഓൾറെഡി ഫുള്ള് പുറത്തു പോയിക്കണം. എന്റെ കയ്യിലൊക്കെ ആയി. എന്റെ സോസ് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഗ്രീൻ പീസ് ഉണ്ട്. അതല്ലാതെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ KFCന്റെ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഓവർ പവറിങ്ങാണ്. അപ്പം ബർഗറിന്റെ പാറ്റീന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല, കൂടുതലും സോസിന്റെ ടേസ്റ്റാണ്. മയോ ആണെന്ന് തോന്നുന്നത്, എന്താ തന്തൂരി ഡിപ്പാണെന്ന് തോന്നുന്നത്. അത് നല്ല ഓവർ പവറിങ് ആണ്. അതല്ല, നിങ്ങൾക്ക് ഒരു ലഞ്ചിനോ മറ്റൊക്കെ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വെജിലെ ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, നോൺ വെജ് അല്ല വെജിന്റെ ആൾക്കാർ ഇതൊന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും വയറെന്ന് അറിയും. എനിക്ക് എന്തായാലും അറിയും. ഇത് ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ വയറ് പകുതിയാണ്. അപ്പം ഇതിപ്പം റേറ്റ് ആണെങ്കിൽ ആസ് എ സ്റ്റാൻഡേർഡ് ലോൺ ഐ വുഡ് ഗിവ് ഇറ്റ് 6.5. ബിക്കോസ് ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ശരിയാണ്. കോസ്റ്റും ഓൺലൈൻ ഓർഡർ ചെയ്യണമൊന്നും റീസണബിൾ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാണാനും കൊള്ളാം. അപ്പം ഇതിപ്പോ ഞാൻ ഒരു ബൈറ്റ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ചിക്കിങ്ങിന്റെ ഇത് പോക്കറ്റ് സൈസ് ബർഗർ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ പകുതിയും പോലും ഇല്ല. അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആസ് യു ക്യാൻ സീ KFC ഇതാ, ചിക്കിങ് ഇതാ. നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. ഇത് നിങ്ങൾ ലഞ്ചിന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 വാങ്ങേണ്ടി വരും. പിന്നെ ഇതിന്റെ സോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ KFCന്റെ പോലെ അല്ല. ഐ തിങ്ക് ദിസ് ഇസ് ജസ്റ്റ് പാറ്റി. കട്ട്ലറ്റ് പോലെ ഉണ്ട്, പക്ഷെ പാറ്റിയാണ്. ഇല്ല ഗൈസ്, ഞാൻ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പ്രൈസിങ്ങിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്തിട്ട് അവസാനം ഇടാം. പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റേത് കുറച്ച് നല്ല ഡിഫറൻസ് ഉണ്ട് കണ്ടിട്ടെ. ബേസിക് വേർഷൻ ഇതാണ്. അതാണ് രണ്ടിന്റെയും ബേസിക് വേർഷൻ. ഇത് കോഴിയും ഇത് മുട്ടയും, ആ ഒരു വ്യത്യാസം ഉണ്ട് രണ്ടിനും. ഇതിന്റെ കോണ്ടിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആണ്. ഇവരുടെ സോസ് അധികം ഇല്ല, മയണൈസ് മാത്രമേ ഉള്ളൂ ഇതിൽ സോസ് ആയിട്ട്. കുറെ ലെറ്റസ് ഉണ്ട്. എന്താ വെജിറ്റേറിയൻസ് എല്ലാവരും പശുക്കളാണെന്നാണ് ഇവരുടെ വിചാരം. ഓക്കെ ഫൈൻ. ഓക്കെ, ഇതിന്റെ മയണൈസ് മാത്രം ആയതുകൊണ്ട് തന്നെ ബാക്കി ഉള്ളിലെ സാധനങ്ങളുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. തക്കാളി ആണെങ്കിൽ തക്കാളി, ഉള്ളി ആണെങ്കിൽ ഉള്ളി, കക്കിരി ആണെങ്കിൽ കക്കിരി. ഓവർ പവറിങ് അല്ല. ഓവർ പവറിങ് ഒട്ടുമല്ല. പവറേ ഇല്ല. ഓവർ പവറിങ് വിടും. ടേസ്റ്റിങ് ബെറ്റർ മീൻസ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കോണ്ടിമെന്റ്സ് കൂടുതൽ ഇഷ്ടം. ഐ ലൈക്ക് കോണ്ടിമെന്റ്സ്.
സോ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ 2 ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ KFC ആണ് ഓർഡർ ചെയ്യുക. KFC ഈസ് ഗുഡ്. പ്രൈസ് ഇതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് മച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ടേക്ക് KFC. വയറ് നിറയും, എസ്പെഷ്യലി ഫോർ വെജിറ്റേറിയൻസ് എന്തായാലും അറിയില്ല. പക്ഷെ ഇൻ ദ സെൻസ് ഇപ്പം നമ്മളിപ്പോ ഒരു ചെറിയ ഡിഫറൻസ് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ, 100 rupees ഡിഫറൻസ് ഉണ്ട്. 100 rupees ഡിഫറൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ KFC. ഒരു ഫുൾ മീൽ പോലെ തന്നെ ഉണ്ട്. കാരണം ഇതിൽ ഇതും കൂടുതലാണ്. ഐ തിങ്ക് വെജിറ്റബിൾസ് ഉള്ളതും പാറ്റിയിലുള്ളതും കൂടുതലാണ്. ഗ്രീൻ പീസ് ഞാൻ ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പം ചിക്കിങ്ങില് ഒരു 150, അതേ സമയത്ത് KFCക്ക് ഒരു 250, 300 റേഞ്ചിലാണെങ്കിൽ എന്നാലും 250 എടുത്തോളൂ, അതായിരിക്കും നന്നാവുക. കാരണം വാല്യൂ ഫോർ മണി KFC. എന്നാലും KFC ആണ്. അങ്ങനെ വന്നാലും വാല്യൂ ഫോർ മണി KFC. അപ്പം റേറ്റിംഗ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് കൊടുത്തിരുന്നത് ഒരു 7 ആണ്. ഇതിന് ഞാനൊരു 5 കൊടുക്കും. കാരണം ഇതൊരു ത്രൂ അവേ ബർഗർ പോലെയാണ്. ഇവര് ബർഗറിന്റെ സ്ക്രാപ്സ് ആയിട്ട് വന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ബേസിക്കലി. എടാ ചിക്കിങ്ങിന്റെ സ്പോൺസർ കിട്ടിയിരിക്കും. ഈ സാധനത്തിന് എന്തായാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതാണ് ഇപ്പം ബർഗേഴ്സിന്റെ. അപ്പോ ഇനി നോക്കാൻ പോകുന്ന സൈഡ് ഡിഷ്, ഒരു ഡിഷിനെ എലിവേറ്റ് ചെയ്യുന്ന കോണ്ടിമെന്റ്സ്. ചിക്കിങ്ങിൽ അവര് മെയിനായിട്ട് തന്നെ സജസ്റ്റ് ചെയ്ത് തന്നെ കോൾസ്ലോ ആയിരുന്നു വാങ്ങിച്ചപ്പോ. അപ്പോ കോൾസ്ലോ ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അത് എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ റിവ്യൂ ചെയ്ത എല്ലാത്തിനെയും വെച്ചിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ട്രൈ എത്ര വ്യത്യാസം ഉണ്ടെന്ന് സ്കോർ ചെയ്യുന്നു. യെസ്, ഇതേമാതിരി തന്നെ ഇപ്പം എന്താ പറയാ, KFCന്റെ തന്തൂരി മേവാണ് അതാണ് പുഷ് ചെയ്തത്. അതാണ് പുഷ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ഇപ്പം വേറെ KFCക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതേമാതിരി തന്നെ ചിക്കിങ്ങിനും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചിക്കിങ് ഇതാണ് മെയിൻ ആയിട്ട് കാണിച്ചത്, നമുക്ക് KFCക്ക് ഇതാണ് മെയിൻ ആയിട്ട്. അപ്പൊ രണ്ടും എത്ര എലിവേറ്റ് ചെയ്തു നമുക്ക് നോക്കാം. കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് തന്നത്. മെയിൻ ചിക്കൻ ഡിഷസ് ആണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. മെയിൻ അല്ലാത്ത സാധനങ്ങളാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ ജഡ്ജ്മെന്റ് ശരിയാണ്. കാരണം ഇവര് ഫോക്കസ് ചെയ്യുന്ന സൈഡ് ഡിഷസ് ആണെന്ന് തോന്നുന്നു. ഇവര് സൈഡ്സ് പോലും മെയിൻ എന്താണ്, ചിക്കൻ പീസ് അല്ലാത്ത എന്താണോ അതിനൊക്കെ അവർ എലിവേറ്റ് ചെയ്യും. അതാണ് KFC നേരെ തിരിച്ചു. KFC എന്താണോ അവരുടെ മെയിൻ സാധനം അതിനെ എലിവേറ്റ് ചെയ്ത് കാണിക്കണം. അത് നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് സ്കോർ കൊടുക്കാല്ലേ? ഇൻഡിവിജ്വൽ സ്കോർ ഒരു ഫൈനലായിട്ട് പറയുമ്പോ ഒരു എനിക്ക് 6. ഇതിന് കോൾസ്ലോന് ഇതിനെന്താ അതിന് നിന്റെ അഭിപ്രായം കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. എന്റെ തലവ് കുഴക്കി കൊടുക്കാല്ലേ? ആയിക്കോട്ടെ. ആർക്കെങ്കിലും നിന്റെ അഭിപ്രായം മോശമായിട്ട് കമന്റ്സിൽ ഒന്ന് അവനും കൂടി അല്ലേ കൊടുക്കണം, എനിക്ക് മാത്രം തന്നാ പോരാ. ഒരു 8 കൊടുക്കായിരുന്നു. ഇതിനൊരു 7ഉം ഇതിനൊരു 8ഉം. ഒറ്റയ്ക്ക് നിൽക്കാണ്. കാരണം രണ്ടും എലിവേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ട് സാധനങ്ങളെ എലിവേറ്റ് ചെയ്യുന്നത്. അതെ, അതാണ് പ്രശ്നം. എനിക്ക് ഒരുമാതിരി അങ്ങനത്തെ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ്ലി എനിക്ക് ഇവന് ഇതാ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ സെയിം ആണ്. ഈ കോസ്റ്റോന്റെ പ്രശ്നം എന്താ വെച്ചാൽ, കോസ്റ്റോ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഡിഷായിട്ട് എടുക്കാം ആണെങ്കിൽ അത് വല്ല അല്ലേ, എനിക്ക് എലിവേറ്റ് ചെയ്യണ കട അത് വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. കോസ്റ്റോ നമുക്ക് ലൈക്ക് ഒരു മിക്സ് ഓഫ് വെറുതെ കഴിക്കും, ഞാനും കഴിക്കട്ടെ, ഞാൻ വെറുതെ അല്ല, ഇത് നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ആണ്. ഇത് പറയുന്നത് നമ്മള് ഇങ്ങനെ ഇരിക്കും, എന്നിട്ടിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ കോസ്ലോ മാർക്ക് കൊടുക്കടാ. പറയട്ടെ എനിക്ക് 7, ഇത് 7. എലിവേഷന്റെ കാര്യത്തിൽ ഇത് 7, ഇത് 8 കറക്റ്റാണ്. 8 അല്ലെങ്കിൽ 9 വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ 9 വേണമെങ്കിൽ പറയും. ആക്ച്വലി ഞാൻ 9 കൊടുക്കാം, കാരണം എലിവേഷൻ ഇതിന്റെ അടിപൊളിയാണ്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ദിസ്. എലിവേഷൻ നോക്കാം, ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് വേണ്ടി പറ്റുന്ന സാധനമൊക്കെ മുഖ്യ. പക്ഷെ അപ്പൊ അതാണ് ലൈക്ക് ഇത് എനിക്കൊരു ടാബ്ലേറ്റ് ചെയ്തിട്ടുള്ള അവസാനം. പക്ഷെ ചിക്കിങ് തോക്കേണ്ടതാണ്. അപ്പോ സ്കോറും
എല്ലാം ടാലി ചെയ്തിട്ട് tally ഇതിന്റെ ചെയ്തിട്ടുണ്ട്. മുന്നേ കാണും. ഞങ്ങൾ മാത്സിൽ ഭയങ്കര ബാഡാണ്, അതുകൊണ്ട് എഡിറ്റിംഗിൽ അത് കാണിക്കും. എല്ലാം എഡിറ്റിംഗിൽ കാണിക്കുന്നതാണ്. കാണിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KFC ആണ് മുന്നിൽ. KFC എങ്ങനെ വന്നാലും KFC ആണ്. ആകെ ഒരു 2 എണ്ണത്തിന് എങ്ങാണ്ട് ചിക്കിങ് ജയിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും KFC ആണ്. എന്താ പറയാ, പ്രതീക്ഷിച്ചില്ല ശരിക്കും KFC ഇത്രയും ഇത്രയും ഡിഫറൻസ് ഉണ്ടോ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കുറച്ചും കൂടെ ചിക്കിങ്ങിനാണ് പറഞ്ഞത്. പക്ഷെ KFC ചിക്കിങ് ഒരു കേരളക്കാരൻ തുടങ്ങിയ ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു ഫേവററ്റിസം പോയി. വെജ് ഓപ്ഷനിൽ വരെ KFC അതാ കടത്തി വെട്ടി എന്ന് പറഞ്ഞാൽ കടത്തി വെട്ടി. ആക്ച്വലി കടത്തി വെട്ടി. അപ്പൊ അപ്പം ഓക്കെ, വീഡിയോ സൈനിങ് ഓഫ്. ഇനി അടുത്ത പ്രാവശ്യം എന്താണ് കഴിക്കാൻ എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൾട്ടിപ്പിൾ എന്തെങ്കിലും ആവും. പക്ഷെ നമുക്ക് പിസ്സ നോക്കിയാലോ, പിച്ചാക്കാം. അപ്പൊ അടുത്ത് നമുക്ക് പിച്ചയിൽ വെച്ച് കാണാം.